കാന്താര മൂവി ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഈ സിനിമയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുറെ പേര് മരിച്ചു അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കൂടോത്രം എന്ന് തന്നെയാണ് പേര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഡ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കുറച്ച് ആക്സിഡന്റുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെനിക്കിത് ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് അവര് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ഫൈറ്റ് സീക്വൻസിൽ ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിലും ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തെന്നുള്ള നിലയിലും ഒക്കെ എനിക്ക് ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഒരാളുടെ നിന്ന് നല്ലൊരു അടി കിട്ടിയത് ഓൺ ദ സ്പോട്ട് തീർന്നു പോകേണ്ട ഒരു ഇതായിരുന്നു. അങ്ങനെ തന്നെയാണ് കാര്യം. അങ്ങനെ കറക്റ്റ് ഇവിടെയായിട്ടാണ് കിട്ടിയത്. എനിക്ക് ഒരു മിനിറ്റ് ഞാൻ ഫുൾ ബ്ലാക്ക് ഔട്ടായി. എല്ലാവരും പേടിച്ചു. ഇതിന്റെ മാസ്റ്റർ വന്നിട്ട് ഫിനിക്സ് പ്രഭു മാസ്റ്ററാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയുന്നതിൽ പെട്ട ഒരാളാണ്. ടർബോ, പിന്നെ AR ഇങ്ങനെയുള്ള വലിയ ഫൈറ്റ് മാസ്റ്ററാണ് പുള്ളി. പോലും എൻ്റെ മാസ്റ്ററിന്റെ ക്രൂ എല്ലാവരും പേടിച്ചു പോയി. പിന്നെ എല്ലാവരും. പക്ഷെ അതുമൊക്കെ വലിയ അത്ഭുതം പോലെ ഞാൻ ഈ സിനിമയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് എന്നുള്ള ഒരു ശക്തി അതൊക്കെയെല്ലാം ഓവർകം ചെയ്ത് അപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചെയ്തു. അപ്പൊ ഞാൻ അലൻസിയറേട്ടനും ഒക്കെ ഇങ്ങനെ സെറ്റിൽ നമ്മള് 7 മണി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും അവിടെ. വലിയ മലയുടെ മേളിലാണ്. അതെ, അല്ല ഈ മലയുടെ മേളിൽ വേറെ ഇതൊന്നുമില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെയൊക്കെ ഇറക്കി കൊണ്ടുപോകുന്ന കുത്തനെയുള്ള ഇതുമാണ്. താഴത്തോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയാൽ കിട്ടത് പോലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പൊ നമ്മളെ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ പാമ്പ് അങ്ങനെയൊക്കെയുള്ള പാമ്പിന്റെ വിഷമുള്ള പാമ്പുകളൊക്കെ അതിനകത്ത് കാടും ഒക്കെ ആയിട്ട് അടുത്ത് കിടക്കുന്നത്. അപ്പൊ അതെല്ലാം കാത്ത് ഒരാള് നമ്മൾ ഇത് ചെയ്തു. അപ്പൊ റിസ്ക് ഉണ്ടായിരുന്നു വെച്ചാൽ റിസ്ക് ആണ്. പിന്നെ ഈ സിനിമയുടെ ജോണർ എന്ന് പറഞ്ഞ ഒരു മിത്താണ്. മിത്ത് കണക്ട് ചെയ്തിട്ട് പോകുന്ന ഓരോ സംഭവം. അങ്ങനെ പോകുന്നൊരു സിനിമ തന്നെയാണല്ലേ ഇത്. അപ്പൊ ഈ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രതിസന്ധി ആയിരുന്നിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഇടുക്കി എന്നൊക്കെ പറയുമ്പോ തണുപ്പുണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തിന് തട്ട് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ കാര്യം ഇവരാരും മറന്നുപോയെന്ന്. അത് ഞാൻ മറക്കില്ല. ഞാൻ ഇദ്ദേഹത്തെ തല്ലാൻ വേണ്ടി ഇതിനകത്തൊരു സീനുണ്ട്. കുറെ ഗുണ്ടകളെ കൊണ്ടുവരുന്നുണ്ട്. അവനെ തല്ലിക്കൊല്ല എന്ന് ഞാൻ പറയുമ്പോ അയാൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞെന്താണ്. പുള്ളി തമിഴാ. പുള്ളി വന്ന് എന്നെയാ തല്ലിയത്. പുള്ളി ഒരു തള്ളയല്ലേ എന്നെ. ഞാൻ ചെന്ന് ഇങ്ങനെ വീണു. തൊട്ടപ്പുറത്ത് പാറ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചോട് മാറിയിരുന്നെങ്കിൽ ഞാൻ കൊക്കയിലേക്ക് പോയിരുന്നു. പക്ഷെ ഞാൻ ആ പാറയുടെ ഇപ്പുറത്ത് വീണതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു. അൽസാറിന്റെ പടത്തിൽ ഞാനത് വിട്ടുപോയ കാര്യമാണ്. ശരിയാണത്. അലൻ ചേട്ടന് അതെ ചെറിയൊരു ഇത് കിട്ടിയിരുന്നുണ്ട്. അപ്പൊ അതെ, കുറെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു സിനിമ വരുന്ന സമയത്ത് ഈ പ്രതിസന്ധി ഒക്കെ മറികടന്ന സിനിമ തിയേറ്ററിൽ വരും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ശരിക്കും സിനിമ. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ റീനിയോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു 1-2 ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണോ എന്നുള്ളത് കാര്യം. അത് ഈ പടത്തിന്റെ എപ്പോ നമ്മൾ ഇതിനകത്തേക്ക് ആയി അതിനുശേഷമുള്ള ഈ മൂമെന്റ്, ഈ നിമിഷം വരെ അതിന്റെ ഒരു സംഭവം. ഞാൻ ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ആക്ടിങ് ആണെങ്കിലും ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ വന്നുവെങ്കിലും ഞാൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ സമയം എൻ്റെ ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷനും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. VFXനെ കുറിച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഇതിന്റെ എൻ്റെയർ വന്നപ്പോൾ ഇതിന്റെ മിക്സ് ചെയ്യുന്ന രാജകൃഷ്ണനാണ്. പുള്ളി കാന്താര ലോകയൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഇതാണ്. അങ്ങനെ കളറിസ്റ്റ് തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ വിക്രം, അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്ത കളറിസ്റ്റാണ് മാതേഷ്. പിന്നെ ഗോപി സുന്ദർ മ്യൂസിക്, വിജയ് യേശുദാസ്, പിന്നെ അങ്ങനെ ഒരുപാട് സിംഗേഴ്സ്. അങ്ങനെ ടെക്നിക്കൽ ക്രൂ പോലും എൻ്റെയർ ആയപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നു. എൻ്റെയർ ടീം നല്ലതാണ്. സോ പിന്നെ ഇതിൻ്റെ എൻ്റെ പാർട്ട്ണർ കോ പ്രൊഡ്യൂസർ മിസ്റ്റർ റെജി ജോർജ്. അപ്പോൾ ഇവരൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ഫസ്റ്റ് ടൈം എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഞാൻ അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും അതിനേക്കാൾ ഉപരി കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നല്ല ബന്ധങ്ങൾ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ സിനിമ മാത്രമല്ല ഞാൻ ഈ വിശ്വസിക്കുന്ന നല്ല ബന്ധങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം കൊണ്ട് എത്തിച്ചിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വേൾഡ് വൈഡാണ് ഇത് റിലീസ് ആവുന്നത്. സെയിം ടൈം നമ്മൾ തമിഴും മലയാളമാണെങ്കിൽ പോലും ഏകദേശം തമിഴിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് 50-60 സ്റ്റേഷൻ തന്നെ സെയിം ടൈം നമ്മൾ തമിഴ് റിലീസ് ചെയ്യുന്നുണ്ട്, തെലുങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്, മലയാള ഭാഷയിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു 50 സ്റ്റേഷൻ മലയാള സിനിമ മലയാളം ലാംഗ്വേജിൽ ചെയ്യുന്നത് നമ്മുടെ കൂടോത്രമാണ്.
അങ്ങനെ ഒരു പ്രത്യേകത അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കൂടോത്രം എന്നൊരു കൊച്ചു സിനിമയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു കൊച്ചു സിനിമയാണ്, അത് വലിയ സിനിമയില്ല. ഇതിനകത്ത് കണ്ടന്റ് വലുതാണ്. ഞാൻ വിശ്വസിക്കുന്ന കണ്ടന്റാണ് ഇപ്പോഴത്തെ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹീറോ. കണ്ടന്റ് വലുതാണ്. അപ്പോൾ ഇതെല്ലാം വന്ന് ഭവിക്കുന്നു. നമുക്ക് സെയിം ടൈം തന്നെ ലോകമെമ്പാടും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു. അതിനേക്കാൾ തമിഴിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. പിന്നെ വേറെ വലിയൊരു ന്യൂസ് വരാൻ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത ദിവസങ്ങളാണ്. അത് ഞാനിപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അത് വലിയൊരു ന്യൂസാണ്. അത് ഈ സിനിമയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു വലിയ ന്യൂസാണ്. ന്യൂസ് തന്നെയാണ്. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ബൈജു ചേട്ടൻ്റെ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇപ്പൊ അലൻസിറേട്ടനോട്ടൊക്കെ കുറെ വർഷമായിട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബൈജു ചേട്ടൻ്റെ ഒരു സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് 3 പേർക്കും പറയാനുള്ളത്. എനിക്ക് ബൈജുവിനെ അറിയാവുന്നുള്ളത് 19 നൂറ്റാണ്ടെന്ന് പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആദ്യത്തെ പടവും ആദ്യമായിട്ട് ഞങ്ങൾ അഭിനയിക്കുന്ന പടം സാറിന്റെ 19 നൂറ്റാണ്ടെന്ന ചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നടനായിട്ട് ഞാൻ അദ്ദേഹത്തിനും അതിനു മുമ്പ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംവിധായകൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് എന്നെ വിളിച്ചിട്ട് ഞാനാണ് സംവിധാനം ചെയ്യുന്നത്, ഒരു വേഷം ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഡയറക്ഷൻ അതങ്ങനെ എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഭയമാണ്. ആ തന്നിടത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മലയുടെ മുകളിലേക്ക് കയറ്റണം. അപ്പൊ എനിക്ക് 2 കൂട്ടുകാരെ തന്നു. ഈ കുരിശിലിങ്ങനെ കൊണ്ടുപോകുന്ന അവരുടെ തോളിൽ തൂങ്ങിയാണ്. ഞാൻ അവരുടെ നന്ദിയോടെ സ്മരിക്കുന്നു. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ മലയുടെ മുകളിൽ കയറാൻ പറ്റില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു നടന്റെ പെയിൻ അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു സംവിധായകൻ മാത്രമല്ല, അതൊരു നടൻ കൂടി ആയിരിക്കണം. ആ നടന്റെ വേദന അറിയണമെങ്കിൽ, അയാൾ ഇത്ര ഉയരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അയാൾ ആദ്യമായിട്ട് സേഫ് ആക്കണം. അത് തന്ന കെയർ എന്ന ഒരു സംവിധായകനാണ്. അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ നോക്കി. അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ ഞാനില്ല. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഷോട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ മാറിയത് കണ്ടു എങ്ങനെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഉള്ളിൽ ഒരു സംവിധായകനുണ്ട്. നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. ഒരു ക്രൂവിനെ എങ്ങനെ കൊണ്ടുപോകണം, ഒരു കഥാപാത്രത്തെ എങ്ങനെ വളർത്തിയെടുക്കണം, ഒരു കഥ എങ്ങനെ പറയണം, അതിൻ്റെ എഡിറ്റിംഗ് സെൻസോടുകൂടി അദ്ദേഹം ഷൂട്ട് ചെയ്ത സിനിമയാണ് കൂടോത്രം. അതാണ് എനിക്ക് ബൈജുവായിട്ടുള്ള എക്സ്പീരിയൻസ്. ഞങ്ങൾ തമ്മിൽ പിന്നെ പൈസയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ലിയറായി. അത് ചില പൈസയുടെ എല്ലാം വരും. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് പോകും കാര്യങ്ങളും. അതോ അപ്പോൾ ആക്ടർ എന്നുള്ള നിലയിൽ, ഇനി സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ എന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതല്ല കാര്യം. എന്നെ സംബന്ധിച്ചത് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരെയൊക്കെ ഈ സെറ്റ് കഴിഞ്ഞാലും നാളെയും പോയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇതുണ്ടായിരുന്നു, ഇതെല്ലാം പേയ്മെൻ്റ് ഉണ്ടെങ്കിലും റിലീസിന് മുമ്പ് ഇതിനകത്ത് ആരൊക്കെ എന്തെങ്കിലും ഇനി പേയ്മെൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കാര്യം എന്നുള്ളൊരു സിനിമയാണ്. കാര്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യം ചെയ്തു ആർട്ടിസ്റ്റ് നമ്മൾ ഒരുപാട്, ഇതിനകത്ത് ഏകദേശം 32 ആർട്ടിസ്റ്റ് ഉണ്ട്. 2 ടെക്നിക്കൽ. ഞാൻ എൻ്റെ DOPസിനോട് ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് എന്താണ് ആവശ്യം, അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത്രയും മാത്രം എക്യുപ്മെൻറ്റ്സ്, എല്ലാ ടൈപ്പ് ഓഫ്, ഇപ്പോൾ ക്യാമറ തന്നെ 4ഉം 5ഉം ക്യാമറ വെച്ച് നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ഫാൻഡം ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരേ ടൈം ക്ലൈമാക്സ് പോയിട്ട് നമ്മൾ 5 ക്യാമറ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് പരിപാടികളൊക്കെ കയറും. പക്ഷെ അതൊക്കെ എല്ലാം കറക്റ്റ് ആക്കി എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിലും ടെക്നീഷ്യൻ്റെ ഭാഗത്താണെങ്കിലും ഒരു ഇത്. പിന്നെ അതിനകത്തൊരു സംഭവം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാൻ ഇവരോടൊപ്പം, ഞാൻ ഡിനോടൊപ്പം ഞങ്ങൾ വിശുദ്ധ മജുല് ഏകദേശം ഒരുപാട് ദിവസങ്ങൾ അഭിനയിച്ചു. അലഞ്ചേട്ടൻ, അതുപോലെ ഇപ്പം ഇതിനകത്ത് ശ്രീജിത്ത്, സോദി, എല്ലാവരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാനൊരു ഡയറക്ടർ ആവുമ്പോൾ എങ്ങനെയായിരിക്കും ഇവര് ഒരുമിച്ച് കൂട്ടുകൂടി അഭിനയിക്കുന്ന പോലെയല്ല. അപ്പൊ ചില ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സീരീസിൽ ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. എല്ലാവരും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. ശകാരിക്കണം. എന്നാൽ അവർക്കത് ഫീൽ ചെയ്യാൻ പാടില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഡയറക്ടറിൻ്റെ കണ്ണുണ്ടാണല്ലോ. നമ്മൾ വന്നിട്ട് ഒരു പടം ചെയ്യുന്നു, അത് ഷോട്ട് പറയുന്നത് എടുക്കുന്നു, കട്ട് പറയുന്നു. അല്ലാണ്ട് ഇച്ഛാനവരി സ്ഥലത്തും ഡയറക്ടർ ഉണ്ടാവണം എന്നുള്ളതാണ്.
അതെനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതിനെനിക്കൊരു പവർ തന്നത് ഞാൻ ഡയറക്ഷൻ പോലും എനിക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക സ്ക്രിപ്റ്റിനേക്കാൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കഥേനേക്കാൾ ഓരോ ഡൈവേർഷൻസ് ഉണ്ടായി. ഞാൻ ക്ലൈമാക്സ് പോലും ഞാൻ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞൊരു ഡൈവേർഷൻ വന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഡൈവേർഷൻ പോലും ഉണ്ടായത് ഓൺ ദി സ്പോട്ട്, ഒരു പ്രിപ്പറേഷനും ഇല്ല. പക്ഷെ അതെല്ലാം സംഭവിച്ചു എന്നുള്ള ഈ സിനിമയ്ക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ മമ്മൂക്ക ആയിട്ടുള്ളൊരു ബന്ധം 70 തിറങ്ങൻ മുതൽ ഏകദേശം 30 വർഷമായിട്ടുള്ള ബന്ധം നമുക്ക് ഇന്നും ആ ബന്ധമുണ്ട്. എപ്പോഴും വീട്ടിൽ കയറിച്ചില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇത് മമ്മൂക്ക ചെയ്യണമെന്നുണ്ടായിരുന്നു. പെട്ടെന്നല്ല ടൈറ്റിൽ ലോഞ്ച് ലാലേട്ടന് ഇതുപോലെ ഓൺ ദി സ്പോട്ടിൽ. ഇപ്പൊ മഞ്ജു വാര്യർ, ഞാൻ വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിനെ എനിക്ക് കിട്ടിയില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നത് തലേദിവസം എന്താണ് ഓരോന്ന്, അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ മഞ്ജു വന്നിട്ട് അത് കറക്റ്റായിട്ട് അത് ചെയ്തു. ഇപ്പൊ DQ ചെയ്തു. DQ എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടാ വേറെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് അല്ലാത്ത ഒരു പരിപാടി നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും എല്ലാം അങ്ങനെ സിനിമയ്ക്ക് ഒരു ഭാഗ്യം ദൈവം കൊണ്ട്. അതുപോലെ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ബൈജു ചേട്ടന് ഇൻഡസ്ട്രിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം തന്നെയാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്.